ഒരു ചട്നി കണ്ടോ? ഇത് ഞാൻ എന്ത് വെച്ച് ഉണ്ടാക്കിയതാന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഐറ്റം വെച്ച് ഒന്നും ഉണ്ടാക്കിയതല്ല, ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നിയാണ്. അപ്പോൾ ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് ഒരു നാലോ അഞ്ചോ വെളുത്തുള്ളി അല്ലി ചേർത്ത് ഒന്ന് വറുത്തെടുത്തിട്ട് അതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള വറ്റൽമുളക് ഒരു 4 ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി അത് ഒന്ന് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് ഒരു സവാളന്റെ പകുതി ചേർത്ത് ഒന്നങ്ങ് പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുത്തിട്ട് ഒരു തക്കാളി അരിഞ്ഞതും ചേർത്ത് ഒന്നും കൂടെ വഴറ്റി കൊടുത്തിട്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതാണ് നമ്മുടെ മെയിൻ ഐറ്റം കുക്കുംബറാണ്. അത് ഇതുപോലെ അരിഞ്ഞ് ഒന്ന് ചേർത്ത് ഒന്നങ്ങ് മിക്സാക്കി ഒന്ന് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് വേണ്ട, ഒരു 3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് എങ്ങനെ പച്ചമണം ഒന്ന് മാറി വരുന്ന സമയത്തൊന്നും കൂടെ വഴറ്റി ഫ്ലെയിം ഓഫാക്കി തണുത്ത് വരുമ്പോഴും ഒരു മിക്സിയുടെ ജാറിലോട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അരച്ചെടുക്കണേ. ഇതുപോലെ അരച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് ഇനി വീണ്ടും അതേ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കടുകിട്ട് പൊട്ടിച്ച് കുറച്ച് ചെറിയ ജീരകവും കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന നമ്മുടെ മിക്സ് ഉണ്ടല്ലോ അതും കൂടെ അങ്ങോട്ട് ചേർത്തിട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ മിക്സിയുടെ ജാറ് കഴുകി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. നല്ലപോലെ ഒന്ന് മിക്സ് ആക്കണം. ഉപ്പൊക്കെ വേണമെങ്കിൽ ഈ സമയത്തൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നും കൂടെ മിക്സ് ആക്കി ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു കിടിലൻ ചട്നിയാണല്ലോ. അപ്പൊ എന്തായാലും ട്രൈ ആക്കി നോക്കണം. ദോശയുടെ കൂടെ ഇഡ്ലിയുടെ കൂടെ ഒക്കെ നല്ല അടിപൊളിയാണ്. അപ്പൊ എങ്ങനെയാ ട്രൈ